കടപ്പുറത്തെ പഞ്ചാര മണലിൽ ഇത്തിരി കപ്പലണ്ടിയും കുറിച്ചിരിക്കാൻ നല്ല രസമല്ലേ? ആ രസമാണ് ഇന്നത്തെ വർണ്ണലോകത്തിലൂടെ ശ്രീ മൊപ്പസാങ് വാലത്ത് പകർന്നു തരാൻ പോകുന്നത്. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് അക്രിലിക് മീഡിയത്തിലാണ്. അക്രിലിക് മീഡിയത്തിൽ ഒരു ബീച്ച് തീമാണ്. ബീച്ച് തീം നമ്മളിത് ചെയ്തിട്ടില്ല. ഞാനത് ഹാൻഡ്മെയ്ഡ് പേപ്പറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സാധാരണ ക്യാൻവസിലാണ് ചെയ്യേണ്ടെങ്കിലും ഇവിടെ ഞാൻ ഹാൻഡ്മെയ്ഡ് പേപ്പർ ചെയ്യുകയാണ്. ബീച്ച് തീമിന് വേണ്ടിയിട്ട് ഞാൻ അൾട്രാമറൈൻ ബ്ലൂവും അതിൻ്റെ കൂടെ കുറച്ച് ഡീപ്പ് മജൻറ്റ, കുറച്ച് വൈറ്റ് എടുത്തിട്ട്, അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് വളരെ കട്ടിയിലാണ്. സ്ട്രോക്ക് റഫ് സ്ട്രോക്ക് വരത്തക്ക രീതിയിലാണ്. കാരണം വളരെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അതിനപ്പോൾ ആദ്യം ഈ അൾട്രാമറൈൻ ബ്ലൂ, പിന്നെ കോബാൾട്ട് ബ്ലൂ, അതിൻ്റെ കൂടെ കുറച്ച് ഡീപ്പ് മജൻറ്റ ചേർത്തിട്ട് പിന്നെ ഞാൻ വൈറ്റ് മാത്രമേ താഴേക്ക് കൊടുക്കുന്നുള്ളൂ. ക്ലൗഡ്സ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇത് അക്രിലിക്കാണ് ഇതിന് പറയുന്ന പേര്. ഓയിൽ പെയിൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്യാവുന്ന ഒരു മീഡിയമാണ് അക്രിലിക്. വളരെ സുഖകരമായിട്ട് ചെയ്യാവുന്ന ഒരു മീഡിയമാണ്. അതിന് ചെറിയ പ്രശ്നമുള്ളത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം ചെയ്യാനായിട്ട്. കാരണം ഇത് 3 മിനിറ്റ് കൊണ്ട് ഈ പാലറ്റിലൊക്കെ സ്ക്യൂസ് ചെയ്തിട്ട പെയിൻറ്റ് 3 മിനിറ്റ് കൊണ്ട് ഉണങ്ങിപ്പോകും. അപ്പോൾ ആ സ്ക്യൂസ് ചെയ്ത പെയിൻറ്റ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് വരച്ച് തീർത്തിരിക്കണം. അതുപോലെ ഈ ചെയ്യണ പെയിൻറ്റിങ്ങും അതുപോലെ പെട്ടെന്ന് ബ്ലെൻഡാക്കി കൊണ്ടുപോകണം, ലയിപ്പിച്ച് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിപ്പോവും, പിന്നെ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഓയിൽ പെയിൻറ്റിൽ ഒരു പെയിൻറ്റ് ഒരു കളർ ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ദിവസത്തോളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ചെയ്യണവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം സ്പീഡ് കൂട്ടിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സ്പീഡോട്, അക്രിലിക്കിൻ്റെ സ്പീഡിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നാൽ വളരെ സുഖകരമായിട്ടുള്ള ഒരു മീഡിയമാണ് ഈ അക്രിലിക്. കാരണം ഇത് വരക്കാൻ നേരത്ത് ഓയിൽ പെയിൻ്റ് ആണെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മണ്ണെണ്ണ വേണം, ടർപ്പൻ്റെയും വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഇത് കഴുകിയെടുക്കാം. ബ്രഷ് കഴുകാനൊക്കെ വെള്ളം മാത്രം മതി. മീഡിയം പ്രത്യേകിച്ച് വേണമെന്നില്ല. വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ സൗകര്യമുള്ള ഒരു മീഡിയമാണ് ഈ അക്രിലിക്. വേണ്ടത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കളറ് അടിച്ചു കഴിഞ്ഞ് ബ്രഷ് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കഴുകി അപ്പം തന്നെ വെക്കണം. അതല്ലെങ്കിൽ ആ ബ്രഷ് ഡാമേജ് ആയിപ്പോകും. കാരണം ഈ പെയിൻറ്റ് കട്ട പിടിച്ച് പോയിട്ട് ആ ബ്രഷ് ഡാമേജ് ആയിപ്പോകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ഹോഗ് ഹെയർ ബ്രഷാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. സാധാരണ വാട്ടർ കളറിന് സേബിൾ ഹെയർ അല്ല, ഹോഗ് ഹെയർ ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ബീച്ച് വരയ്ക്കുമ്പോൾ ബീച്ചിൻ്റെ ചക്രവാളം നമ്മൾ വരക്കാൻ നേരത്ത് ആകാശത്ത് നല്ല ലൈറ്റായിട്ട് അവിടെ തീർത്ത് കഴിഞ്ഞിട്ട് ബീച്ച് തുടങ്ങാൻ നേരത്ത് കുറച്ച് ഡെപ്ത് വേണം ബീച്ചിൻ്റെ എൻഡിൽ. എന്നിട്ട് ആ ദൂരേന്ന് ലയിപ്പിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. സാധാരണ വാട്ടർ കളറിലൊക്കെ ചെയ്യുമ്പോൾ, കായലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ദൂരെയുള്ള കായലിൻ്റെ കാഴ്ചകൾ ലയിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അതേസമയം ബീച്ച് വരക്കാൻ നേരത്ത് ഡെപ്ത് കഴിഞ്ഞിട്ടാണ്, ഡെപ്ത് ആദ്യം വേണം. അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റാക്കി നമ്മൾ തീരത്തേക്ക് അടുക്കുന്നതോറും ലൈറ്റ് കളറേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. തിരയുടെയൊക്കെ ഒരു ചെറിയ സജഷൻ ഇങ്ങനെ കൊടുത്താൽ മതി, വൈറ്റ് വെച്ചിട്ട്. കുറച്ച് ആദ്യം കാണുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ രസമായിട്ട് നമുക്ക് തോന്നും ഈ മീഡിയത്തിൻ്റെ ഒരു സൗകര്യം. ഇനി നമുക്ക് കടലിൻ്റെ തീരത്തിന് ഞാൻ ബേൺഡ് അമ്പർ, കുറച്ച് യെല്ലോ, കുറച്ച് റെഡ്. ഇത് വെള്ളം കൂട്ടിയെടുത്ത് ചെയ്യാൻ, ഡ്രൈ ആയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം കൂട്ടിയിട്ടുണ്ടും ഡ്രൈ ആയിട്ടും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്കിവിടെ സമയക്കുറവുണ്ട്, അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് വരച്ച് കഴിഞ്ഞാൽ ഓയിൽ പെയിൻറ്റ് വരച്ച് അതേ സുഖം തന്നെ കിട്ടുകയും ചെയ്യും കാഴ്ചയ്ക്ക്. കുറച്ചും കൂടി വൈബ്രൻ്റ് ആണ് ഇതിൻ്റെ കളേഴ്സ് ഓയിലിനേക്കാളും. ഓയിലൊരു സൗമ്യത ഉണ്ടെങ്കിൽ നല്ല തീക്ഷ്ണതയാണ് കളേഴ്സിന്. ബീച്ചിൻ്റെ മണൽപ്പരപ്പുകളായി. ഇനി ഞാനിവിടെ ഒരു വഞ്ചി തോണിയും വെച്ചിട്ടുണ്ട്, ഒരു ആളെയും വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ഫിനിഷാക്കാം. തോണിക്ക് ഞാൻ കടലിലെ തോണിയാണ്, അതുകൊണ്ട് ബേൺഡ് സിയന്ന. കടപ്പുറത്തുള്ള തോണികൾ ഇങ്ങനെ ആയിരിക്കും, വളരെ വലിപ്പം ഉണ്ടാവും. ഇനി ആ തോണി നമ്മളിവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ താഴേക്ക് കൊടുക്കണം. കാരണം മണലാണെങ്കിലും കടപ്പുറമാണെന്നുണ്ടെങ്കിലും അതിന് വെള്ളം ഉണ്ടാവും, ആ പ്രതിഫലനം ഉണ്ടാവും. ഇവിടെ ഒരു ആൾരൂപമുണ്ട്.
ഇത്തരം ചിത്രങ്ങൾ, ഇത്തരം പെയിൻറ്റിങ്സ്, അതായത് റഫ് സ്ട്രോക്കുള്ള പെയിൻറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ സജഷൻസ് കൊടുത്താൽ മതി. അത് ഡീറ്റെയിൽസ് നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോഴേ അതിന് ഭംഗി വരുള്ളൂ. ഇതാണ് വളരെ പെട്ടെന്ന് ബീച്ച് വരയ്ക്കണ, അക്രിലിക്കിൽ ബീച്ച് വരയ്ക്കേണ്ട ഒരു സീനാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഹാൻഡ് മെയ്ഡ് പേപ്പർ ചെയ്ത് വെച്ചാൽ മതി. ക്യാൻവാസ് ചെയ്യേണ്ട കാര്യമില്ല. ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ അക്രിലിക്കിൽ ബീച്ച് വരയ്ക്കുന്ന രീതിയാണ് ചെയ്തത്.